الحمد لله الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله كما قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم: وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ, ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായി നമ്മൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടായിരിക്കും. ആ മരണം ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം, ഇവയെല്ലാം കൂടിച്ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 3-4 ആഴ്ചകളിൽ നമ്മുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അമലുസ്വാലിഹാത്തുകൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ ശരീരം നിലനിർത്താൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഇസ്ലാം അനുവദിച്ചതായിരിക്കണം, അനുവദനീയമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതായിരിക്കണം. അതിൽ വളരെ കൃത്യമായ നിലപാടുള്ള ഒരു ദീനാണ്, ഒരു മതമാണ് ഇസ്ലാം എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇവിടെ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്നത് മർമ്മപ്രധാനമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അമാനത്താണ്. എന്ന വചനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 സ്വഹാബാക്കൾക്ക് ഓതി കൊടുക്കുന്നുണ്ട്. വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഒരു നേരത്ത്
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ വീട്ടിലിരുന്നിട്ട് ഉറക്കം വരാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പുറത്തിറങ്ങി എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് മദീനത്ത് അങ്ങാടിയിലേക്ക് വന്നതാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ, മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുമാ പ്രവാചക തിരുമേനിയും മറ്റൊരു വഴിയെ അവിടെ വന്നു ചേരുകയാണ്. മൂന്ന് പേരുടെയും പ്രശ്നം അടിസ്ഥാനപരമായി വിശപ്പായിരുന്നു. പരസ്പരം പങ്കുവെച്ചു, ഷെയർ ചെയ്തു വിഷയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ കാരണത്തെക്കുറിച്ച്. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ് മദീനത്ത് അങ്ങാടിയോട് ചേർന്ന് നിൽക്കുന്നത്. അവിടേക്കൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടാകും. എനിക്ക് വേണ്ടി എന്തെങ്കിലും എടുത്തു വെക്കുന്ന ശീലമുള്ള ഒരു വീടാണ്. ഉള്ളത് നമുക്ക് പകുത്ത് കഴിക്കാം. അതാണ് റസൂലുള്ളാഹിയുടെ ആത്മകഥ. മൂന്ന് പേരും കൂടി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അസമയത്താണ് കയറി ചെല്ലുന്നത്. അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവും പ്രിയതമയും ആകെ അതിഥികൾ വളരെ വിശിഷ്ടരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതരുമാണ്. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഉള്ള കാരക്കത്തോട്ടത്തിലേക്ക് ഓടി കിട്ടിയ പഴുത്തതും പഴുക്കാറായതും ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് വേഗം പോയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ആടിനറുത്ത് അല്പം മാവെടുത്ത് കുഴച്ച് അതുകൊണ്ട് ചപ്പാത്തി ചുട്ട് ആ കറി വെച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് വിളമ്പി അരച്ചാൻ കഴിച്ചെഴുന്നേറ്റ റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യർ കോതിക്കൊടുത്ത ആയത്താണ് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ, പ്രിയപ്പെട്ട ഫാറൂഖ് ഉമർ, നമ്മൾ മൂന്ന് പേരും കഴിച്ച ഈ വയറ് നിറഞ്ഞിട്ടില്ല. ആ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ കഴിച്ച ആ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ആ അനുഗ്രഹത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടുമെന്ന ആയത്താണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തത്. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് കടന്നു പോകാൻ കഴിയും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും ആ വിചാരണ നാളിനെ കുറിച്ച് ഭയപ്പെടുന്നവരുടെ മാനസികമായ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ ഹറാമുകൾ കൊണ്ടുവന്ന് വെക്കുന്നത്. 100% ഹലാല് കഴിച്ച, ഹലാലല്ലാത്ത ഒന്നും ഞങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പട്ടിണിയുടെ രുചി അറിഞ്ഞ, പട്ടിണിയുടെ വിലയറിഞ്ഞ, പട്ടിണിയുടെ എല്ലാ വിധത്തിലുമുള്ള കാഠിന്യം മനസ്സിലാക്കിയ ആ സ്വഹാബത്ത്, അവിടെയാണ് ഞാനും നിങ്ങളും ഹലാലുകൾ പരിഗണിക്കാതെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോ ഹറാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. ഇന്നല്ലാഹു ത്വയ്യിബുൻ ഇന്നഹു യഖ്ബലു അത്വയ്യിബ. അല്ലാഹു തആല നല്ലവനാണ്, വിശിഷ്ടനാണ്. അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നല്ലത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. നല്ലത് തിന്നു വളർന്ന ശരീരം കൊണ്ട് നമ്മൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല സ്വീകരിക്കുക. നല്ലത് കൊണ്ട് വളർന്ന ശരീരമാകുമ്പോഴാണ് അല്ലാഹു തആല നമ്മുടെ സൗമിനെ, നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുക. നല്ലതല്ലാത്ത ഒന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നല്ലതല്ലാത്ത ഒരു ശരീരം നമുക്കുണ്ടാവുക, നമ്മുടെ സന്താനങ്ങൾക്ക് ഉണ്ടാവുക, നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാവുക അതീവ ഗൗരവത്തോടു കൂടിയും അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടിയുമാണ് വിശ്വാസി സമൂഹം അതിനെ നോക്കിക്കണ്ടിരുന്നത്. ഒന്നുമേ സ്വീകരിക്കാതെ പോകുന്ന, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോന്നും നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. ഉള്ളത് അത് ഹലാലായിരിക്കണം, അത് ത്വയ്യിബായിരിക്കണം. അത് എത്ര ലളിതമായ ജീവിതം നമുക്ക് നയിക്കേണ്ടി വന്നാലും
എത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഈ ദുനിയാവിൽ ജീവിച്ചു പോയാലും, മറ്റുള്ളവരാൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയാലും, അതിനൊക്കെ വേണ്ടിയാണല്ലോ ഹറാമുകൾ സമ്പാദിക്കുന്നത്. എന്തിനാണ് ആളുകൾ സമ്പാദിക്കുന്നത്? മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണം, മറ്റുള്ളവരാൽ ചർച്ച ചെയ്യപ്പെടണം, മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ എന്തോ ഒരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പൊങ്ങച്ചത്തിന്റെയും അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും ഒക്കെ ആ ഒരു തലത്തിലേക്ക് മനുഷ്യൻ ഉയർന്നു നിൽക്കാൻ വേണ്ടി അവനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമ്പാദ്യങ്ങളൊന്നും ഈ ദുനിയാവിൽ എന്നെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ശരി, എൻ്റെ നാഥന്റെ കോടതിയിലേക്ക് എനിക്ക് നല്ലതുമായിട്ട് ചെല്ലാൻ കഴിയണമെങ്കിൽ നല്ലത് കൊണ്ട് ഭുജിച്ച, നല്ലത് കുടിച്ച, നല്ലത് മാത്രം എൻ്റെ സമ്പാദ്യത്തിലേക്ക് വന്നത് കൊണ്ട് ചിലവഴിച്ച ഒരു ശരീരവുമായിട്ട് എനിക്ക് എൻ്റെ നാഥന്റെ അരികിലേക്ക് പോകാൻ കഴിയണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്താൽ എല്ലാ ആർഭാടങ്ങളും അവസാനിക്കും, എല്ലാ പൊങ്ങച്ചങ്ങളും അവസാനിക്കും, എല്ലാ ഗർവകളും അവസാനിക്കും. അല്ലെ? എല്ലാ ധൂർത്തുകളും അവസാനിക്കും. അല്ലെ? ധൂർത്തിന്റെയൊക്കെ പര്യായമായി ഈ ഉമ്മത്ത് മാറുന്നത് ഇപ്പോഴും പുതിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു വനിതാ പ്രസിദ്ധീകരണത്തിൽ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹം പങ്കെടുത്ത ഒരു വിവാഹത്തിന്റെ ആഭാസ തരങ്ങൾ ബെഡ്റൂമിൽ വെച്ച് ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിന്റെ പച്ചയായ രംഗങ്ങളിൽ മാത്രം അഭിനയിക്കേണ്ടത് പരസ്യമായി ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി സ്റ്റേജിൽ വെച്ച് അഭിനയിച്ചതിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഈ ആർഭാടങ്ങളൊക്കെ അവസാനിക്കും പ്രിയപ്പെട്ടവരെ. ഹലാലിനെ കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും, മറ്റുള്ള പ്രയാസങ്ങൾ അവസാനിക്കും. നമ്മളിൽ ഇല്ലാത്തവന്റെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവന്റെ, വിശപ്പ് അനുഭവിക്കുന്നവന്റെ, പ്രയാസം അനുഭവിക്കുന്നവന്റെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ, അങ്ങനെ അള്ളാഹുവിന്റെ നോട്ടവും അവന്റെ കാരുണ്യവും അവന്റെ കാഴ്ചയും ഒക്കെ ഉള്ള ഇടങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാനുണ്ടാകും, നൽകാനുണ്ടാകും. നമുക്ക് പിശുക്കില്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാനുണ്ടാകും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ സ്വഭാവത്തിന്റെ ഇടയിൽ പരിഹരിച്ചു പോയിരുന്നത്. ഒരു ഹറാം ഉണ്ടാക്കിയിട്ട് പരിഹരിച്ചതല്ല, ഒരു തെറ്റായ മാർഗത്തിലൂടെയും സമ്പാദിച്ചിട്ട് പരിഹരിച്ചതല്ല. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. എല്ലാ സംഘങ്ങളും സംഘടനകളും തലപ്പത്തിരിക്കുന്നവർ മുതൽ താഴെക്കിടയിൽ ഇരിക്കുന്നവർ വരെ അവരവരുടെ സംഘടനകൾക്ക് വേണ്ടി ഹലാലും ഹറാമും എന്ന് പറയുന്നത് പരിഗണിക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു വർത്തമാനകാല ലോകത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. സംശയമൊന്നുമില്ല. തടി വെച്ചവരും നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുന്നവരും നമുക്ക് വേണ്ടി വാളുകൾ പറയുന്നവരും വരെ ആ ഒരു തലത്തിലേക്ക് തീർച്ചയായും എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് അല്പം മനസ്സിൽ തട്ടിയോ ഒട്ടും മനസ്സിൽ തട്ടാതെയോ നാവ് കൊണ്ട് പറഞ്ഞു പോകുന്ന പണ്ഡിത ലോകമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് അല്ലാഹുവിന്റെ വിചാരണ നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടതാണ്. ഒരു നേതാവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകൂല, ഒരു പ്രസിഡന്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകൂല, ഒരു മുത്തവല്ലിയും നമ്മുടെ മുമ്പിൽ ഉണ്ടാകൂല. നമ്മളൊറ്റക്ക് നമ്മുടെ വിചാരണ നമ്മൾ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. നമുക്ക് എവിടെ നിന്ന് വന്നു, നീ എവിടെ നിന്ന് സമ്പാദിച്ചു, നീ എവിടെയാണത് ചെലവഴിച്ചത് എന്ന് ഞാൻ എൻ്റെ ഓരോ നയാ പൈസയെ കുറിച്ചും എൻ്റെ ഓരോ സമ്പാദ്യത്തെ കുറിച്ചും ഞാൻ എൻ്റെ നാഥന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടാതെ ഉത്തരം പറയാതെ നിന്നിടത്ത് നിന്ന് എനിക്ക് അനങ്ങാൻ കഴിയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുക. ഈ വിഷയത്തിൽ എനിക്ക് അതേ പറയാൻ, ഞാൻ എന്നെ കുറിച്ച് ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വരുമാനങ്ങളിൽ, എൻ്റെ സമ്പാദ്യങ്ങളിൽ, എൻ്റെ ശമ്പളങ്ങളിൽ അതൊക്കെ പറയേണ്ടി വരും. കാരണം അമാനത്തുകൾ നിർവഹിക്കാതെ ശമ്പളം വന്ന് വീഴുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവനവന്റെ അമാനത്ത് നിർവഹിക്കാത്ത ശമ്പളം പലിശയില്, കൃത്യമായ ജോലികൾ നിർവഹിക്കാതെ നമ്മൾ വാങ്ങുന്ന പൈസ, നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നത് വിശ്വസ്തനായ ശക്തനായവനായിരിക്കണം തൊഴിലാളി. ഏത് തൊഴിൽ മേഖല വിശ്വസ്തനായിരിക്കണം. ഒപ്പം കവിയുൽ അമീൻ എന്ന ഖുർആൻ പ്രയോഗം, ഒപ്പം തനിക്ക് ആ ജോലി ചെയ്യാനുള്ള കുവ്വത്തുള്ളവനായിരിക്കണം.
എങ്ങനെയെങ്കിലും വൈകുന്നേരം വരെ നിന്നിട്ട് അത് തച്ചൊപ്പിച്ച് പോകുന്ന, അതിന്റെ ആഴ്ചയിൽ അതിന്റെ സാലറി വാങ്ങി പോകുന്ന, അല്ലെങ്കിൽ അത് പറ്റു തീർത്ത് പോകുന്നവനല്ല, മറിച്ച് അവൻ ഏറ്റെടുക്കുന്ന അമാനത്തിന് വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിൽ. ഞാൻ ആ വിഷയത്തെ നീട്ടിപ്പരത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അവരവരിലേക്ക് ചുരുങ്ങിയിട്ട് എന്ന് നൂറാമത്തെ അധ്യായം സൂറത്തുൽ ആദിയാത്തില് അല്ലാഹു തആല പറയുന്ന ഒരു പ്രയോഗമുണ്ട്. മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദികേട് കാണിച്ചു, നന്ദി കെട്ടവൻ തന്നെയായിപ്പോയി. കനൂതായിപ്പോയി, നന്ദി കെട്ടവൻ തന്നെയായിപ്പോയി. എന്നിട്ട് ഖുർആൻ പറയുന്നേ, അവൻ തന്നെ അതിന് സാക്ഷിയാണ്. അവനവന്റെ മനസാക്ഷിയോട്. രണ്ടാമത് വേറെ ആളോട് ചോദിക്കണ്ട. വേറെ ആരും അറിയാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വേറെ ആരുടെയും മുന്നിൽ നമുക്ക് വൈക്കോളന്മാരായിട്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും. വേറെ ആരുടെ മുന്നിലും നമ്മുടെ വായ കൊണ്ട് നമുക്ക് ഓട്ടയടച്ച് നമ്മളാണ് ഏറ്റവും നല്ല മുസ്ലിം എന്നോ മുത്തക്കി എന്നോ മുഅ്മിനെന്നോ മുജാഹിദെന്നോ ലേബലുകൾ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചേക്കും. പക്ഷേ നീ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കും. നിന്റെ മനസ്സാക്ഷി നിനക്ക് സാക്ഷ്യത്വം പറയും. അത് പറഞ്ഞ അങ്ങനെയാ. എന്താണ് നന്ദി കേടിന്റെ അടിസ്ഥാനപരമായ വിഷയമായി തീർന്നത്? ഏതിലാണ് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ സാക്ഷിത്വം ചോദിക്കേണ്ടത്? നമ്മുടെ സമ്പത്തിനോടുള്ള നമ്മുടെ ഇഷ്ടം, നമ്മുടെ പ്രേമം, അത് അതിര് കവിഞ്ഞു പോയില്ലേ? ആ അതിര് കവിഞ്ഞതിന്റെ പേരിൽ ഞാൻ ഉണ്ടാക്കിയത് അതിർവിട്ട പരിധികൾ ലംഘിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെയായി പോയില്ലേ? കൃത്യമായ അമാനത്തുകളെ കുറിച്ച് ശ്രദ്ധയില്ലാതെയും അതിനെക്കുറിച്ച് വേണ്ടത്ര ചിന്തിക്കാതെയുമല്ലേ പലപ്പോഴും എന്റെ കൈകളിലേക്ക് എന്റെ ശമ്പളം വന്നു വീണത്. ഓരോരുത്തരും ഓരോരുത്തരുടെ മേഖലയിൽ നമ്മൾ വാങ്ങിയിട്ട നമ്മുടെ പണപ്പെട്ടിയിലേക്ക്, നമ്മുടെ ക്യാഷ് ബോക്സിലേക്ക്, നമ്മുടെ കടയിലെ നമ്മുടെ ബോക്സിലേക്ക് നമ്മൾ വാങ്ങിയിട്ടതിൽ ചിലതെങ്കിലും നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതും ഉണ്ടായിപ്പോയതുമായ ഹുബ്ബുൽ ഖൈർ, അതിനോടുള്ള അധികമായ അമിതമായ സ്നേഹവും പ്രേമവും നിന്റെ നാഥനോട് നീ നന്ദി കേട് കാണിക്കാൻ കാരണമായി എന്നതിന് നിന്റെ മനസ്സാക്ഷി സാക്ഷിത്വം നൽകും. എന്നാലോചിച്ച് എത്ര സൈക്കോളജിക്കലായിട്ടാണ് ഖുർആൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. നീ വേറൊരാളോട് ചോദിക്കണ്ട, നീ വേറൊരാളിലേക്ക് പോകണ്ട, നീ വേറൊരാളോട് ഞാൻ എന്ന് പറയണ്ട. നീ നിന്നോട് ചോദിച്ചാൽ മതി എപ്പോഴാണ് വീഴ്ച സംഭവിച്ചത്, എപ്പോഴാണ് നിന്നിലേക്ക് അങ്ങനെ അനർഹമായി വന്നത്, ഏത് മാസമാണ് നീ വളരെ വളരെ അലംഭാവത്തോടുകൂടി, അല്ലെങ്കിൽ ഏത് ദിവസമാണ് നീ വളരെ അലസനായി ജോലി ചെയ്തിട്ട് നീ ആ കൂലി വാങ്ങിയത്, നീ ആ ശമ്പളം വാങ്ങിയത്, ഒക്കെ നിനക്ക് നിന്റെ മനസ്സാക്ഷി പറഞ്ഞത്. ശരിക്കാലോചിക്കുക, നമ്മൾ നന്നായി ചിന്തിക്കുക. നമ്മൾ അമൽ ചെയ്യാനല്ല പ്രിയപ്പെട്ടവരെ പ്രയാസം, ആ അമൽ ചെയ്യുന്നതിന് മുമ്പ് ആ അമൽ ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തെ ഒരുക്കാനാണ്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പാകപ്പെടുത്താനാണ് പ്രയാസം. അത് പാകപ്പെടാതെ പോകുന്ന ഒരു അമലും അല്ലാഹു തആലയ്ക്ക് ആവശ്യമില്ല. ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞത് ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, ക്രമം വിട്ടുള്ള ഒരു മാർഗം ഒരുവൻ സ്വീകരിച്ചതിന് ശേഷം അള്ളാഹുവിലേക്ക് അവർ പശ്ചാത്തപിക്കാം. പശ്ചാത്താപത്തിന്റെ കവാടം ഇല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായല്ലോ, കഴിഞ്ഞ 3-4-5 ആഴ്ചകളായല്ലോ ഇത് തന്നെ പറയുന്നു. ഉണ്ട് പ്രിയപ്പെട്ടവരെ, പശ്ചാത്താപമുണ്ട്. പശ്ചാത്തപിക്കുന്നവരെ റബ്ബിന് ഇഷ്ടമാണ്. പക്ഷെ എന്ത് വേണം? നിന്റെ ഉൽമ നിനക്ക് മനസ്സിലായോ? നിന്റെ ക്രമക്കേട്, നിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തോരമാണ്, എത്രത്തോളം നിന്നിലുണ്ട് എന്ന് നിനക്ക് മനസ്സിലായോ? എങ്കിൽ വാസുലഹ, നീ നിലപാട് നന്നാക്കി തീർക്കും. അപ്പോഴാണ് പശ്ചാത്താപമുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്.
ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രയോഗമുണ്ട്. ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉള്ളവരൊഴികെ. അതൊരു വലിയ തെറ്റായ വഴിയിലൂടെയാണ് മുസ്ലിം ലോകം പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് ആ വഴി എന്നറിയാമോ? എനിക്ക് ഈമാനുണ്ടല്ലോ, ഞാൻ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നുണ്ട്. ഇന്ന് സുബഹിക്ക് ഞാൻ ജമാഅത്തിൽ പങ്കെടുത്താളാണ്. സുബഹിക്ക് മുമ്പുള്ളതായ റവാത്തിബിന്റെ സുന്നത്ത് നിസ്കരിച്ചതാണ്. അതിനു മുമ്പ് തഹജ്ജുദിൽ ഞാൻ എഴുന്നേറ്റ ആളാണ്. ഇന്ന് മാസം 14 അന്നത്തെ സഫറിന്റെ ഈ അയ്യാമുൽ ബീദിന്റെ വ്രതത്തിലാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കാം, എനിക്ക് അമൽ സ്വാലിഹാത്ത് ഉണ്ടല്ലോ. പക്ഷെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ അങ്ങനെ കേട്ടോ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നതിനോട് നമ്മൾ ചേർത്ത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ അമലു സ്വാലിഹാത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടണമോ? ഇന്നലകളിൽ വരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പശ്ചാത്താപം വേണം. പശ്ചാത്താപം വേണം. ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഒരാൾ വ്യഭിചരിച്ചു, വിവാഹാനന്തരം എന്ത് ചെയ്യണം? ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് എറിഞ്ഞു കൊല്ലും. എറിഞ്ഞു കൊല്ലുമ്പോഴും അയാൾക്ക് പശ്ചാത്താപമില്ലെങ്കിൽ അയാൾ അതിനേക്കാൾ വലിയ ശിക്ഷ നാളെ പാരത്രിക ലോകത്ത് അനുഭവിക്കേണ്ടി വരും. മദ്യപിച്ചവനെ അടിക്കും, കൊല ചെയ്തവനെ പകരം കൊല്ലും. ഇസ്ലാമിക വിധിയാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ചെയ്യും. പക്ഷെ അപ്പോഴും അവന് പശ്ചാത്താപ ബോധമില്ലെങ്കിലോ അവൻ പരലോകത്ത് അതിനേക്കാൾ വലിയ ശിക്ഷ അനുഭവിക്കും. പശ്ചാത്താപമുണ്ടെങ്കിലോ? പശ്ചാത്താപമുണ്ടെങ്കിൽ അവൻ അതിൽ അങ്ങേയറ്റം ഖേദമുള്ളവനാണോ അവൻ ആ ശിക്ഷ അനുഭവിക്കുന്നതോടുകൂടി അവന്റെ ആ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷെ പിന്നെന്ത് വേണം? അമലു സ്വാലിഹാത്ത് മാത്രം പോരാ. അതാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ വിചാരിച്ച എന്താ, ഈമാൻ ഉണ്ടായാൽ അമലു സ്വാലിഹാത്ത് ഉണ്ടായാലേ പിന്നെ എന്തും നമുക്ക് ഹലാലാണെന്നാണ് അല്ലെ. അതുകൊണ്ടാണ് സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആലോചിച്ച് ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ഒരാള് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ കുറെ കാലഘട്ടം മദ്യപിച്ചു എന്ന് വിചാരിക്കാം. അയാൾ എന്താ പറയാ, ഞാൻ 40-45 വയസ്സ് വരെ മദ്യപിച്ചിരുന്ന ആളാണ്. ഒരു ദിവസം ഒരു ഖുത്ബ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഉത്ബോധനം കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്കൊരു ഉൾവിളി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ എന്റെ വാപ്പ മരിച്ചപ്പോൾ, ഉമ്മ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മനസ്താപം ഉണ്ടായി. അന്നത്തോടു കൂടി ഞാൻ കുടി നിർത്തി. കുടി നിർത്തി എന്ന് പറഞ്ഞാൽ അസുലഹ, അയാൾ ആ വിഷയത്തിൽ യഥാർത്ഥമായ നിലപാട് സ്വീകരിച്ചു. അയാൾ ഇടക്കിടക്ക് കുടിച്ചാൽ എന്താ അതിന് വിധി എന്താ? അയാൾക്ക് ഈമാനുണ്ട്, അയാൾ സുബഹിക്ക് പള്ളിയിലും പോകുന്നുണ്ട്, അയാൾ എല്ലാ വക്കത്തിനും പള്ളിയിലും പോകുന്നുണ്ട്. പക്ഷെ ഇടക്കിടക്ക് അയാൾ കുടിക്കും. നമ്മളെന്താ അയാളെ കുറിച്ച് പറയാം? ഇപ്പോഴും അയാൾ കുടിക്കുന്നുണ്ട് കേട്ടാ പറയും അല്ലെ. എന്നാ എന്തെങ്കിലും സാമ്പത്തിക വിഷയത്തിൽ പറയാത്തത്? എന്താ സാമ്പത്തിക വിഷയത്തിൽ പറയാത്തത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൗബ വേണം പ്രിയപ്പെട്ടവര്. തൗബുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ സമ്പാദ്യത്തിൽ ഹറാമ് വന്നിട്ടുണ്ടോ? എനിക്ക് തൗബുണ്ട്, ഒരു സംശയമില്ല, തൗബുണ്ട്. പക്ഷെ എന്തു വേണം? ഞാൻ ആ പശ്ചാത്തപിക്കുന്ന അന്നാള് മുതൽ എന്റെ നിലപാട് നന്നാക്കി തീർക്കണം. സുലഹ, നിലപാട് നന്നായി തീർക്കണം. പിന്നെ കൈക്കൂലി, ഞാൻ കൈക്കൂലി ഇപ്പൊ ചോദിച്ചു വാങ്ങാറില്ല. പോകുമ്പോ അവിടെ വെച്ചുകൊണ്ട് പോയാൽ പിന്നെ വേണ്ടാന്ന് പറയാറില്ല. ഇതൊന്നും വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, എന്നോട് അനുഭവങ്ങൾ ഇസ്ലാമികമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങളാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങാറില്ല. ചോദിച്ചു വാങ്ങിയത് കൊണ്ടുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നു, ചോദിച്ചു വാങ്ങിയത് കൊണ്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ചോദിച്ചു വാങ്ങിയ കാലഘട്ടത്തിലുള്ള എല്ലാ ഹറാമുകളും നമ്മൾ നമ്മുടെ അസറ്റുകളായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു. നിൽക്കട്ടെ, ഇനിയിപ്പൊ നമ്മൾ നന്നായത് അവിടെ വരെയാണ്. നന്നായത് ഞാനിപ്പോ ചോദിക്കാറില്ല. നിങ്ങൾ ആലോചിച്ചു, ഇത് പശ്ചാത്താപമാകൂ? ഈ പശ്ചാത്താപം റബ്ബിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുമോ? ഈ പശ്ചാത്താപത്തിന് റബ്ബ് ഗ്യാരണ്ടി ഉണ്ടോ? അവൻ കരുണ ചെയ്തിട്ട് പുറത്തു വന്നാല് അത് നമ്മളെ വിഷയമല്ലല്ലോ. അത് നമ്മളെ വിഷയമല്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ശിർക്കല്ലാത്ത വേറെ ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു കൊടുക്കും. അതിലല്ല നമ്മൾ ഇടപെടുന്നത്. മറിച്ച് നമ്മൾ ഇടപെടുന്നത് അല്ലാഹു തആല കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ട്. എന്താണത്? നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകണം, ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ നന്നാക്കി തീർക്കണം എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ പിന്നീട് അതിൽ നിങ്ങൾക്ക് ഖേദമുണ്ടാകണം. അതിൽ നിങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഒപ്പം ശേഷമുള്ള ജീവിതത്തിൽ ആ തിന്മകളെ പൂർണ്ണമായും നിങ്ങൾ നിരാകരിക്കുന്ന ആ ഒരു ഇസ്ലാഹിന്റെ കേടുവന്നു. ആ കേടുവന്നത് റിപ്പയർ ചെയ്യണം. ആ കേടുവന്നു. ഞാൻ ആ മേടിച്ചിരുന്നത് കേടാണ്, ഞാൻ ആ മേടിച്ചിരുന്നത് അന്യായമാണ്, ഞാൻ ആ കൈപ്പറ്റിയിരുന്നത് തെറ്റാണ്.
എനിക്ക് ബോധ്യമായി, ഞാനിത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, ഇനി ഞാൻ ആ ഭാഗത്തേക്ക് ഇല്ല എന്നെങ്കിലും തീരുമാനിക്കാനുള്ള ഇസ്ലാം ഉണ്ടാകണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫഇന്നല്ലാഹ യതൂബു അലൈഹി. അങ്ങനെയാണോ നിങ്ങൾ? ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങനെയാണോ? നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ്. മറ്റത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ശിർക്കല്ലാത്ത മറ്റ് പാപങ്ങൾ അല്ലാഹു തആല അവനുദ്ദേശിക്കുന്നവർക്ക് വിട്ടുപുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ആയത്ത്, അത് അവന്റെ ഔദാര്യമാണ്. അവന്റെ മശീഅത്തിൽ മാത്രം അവൻ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ അവൻ കണ്ടെത്തുന്നതിന്റെയോ അവനെ അറിയാവുന്നതിന്റെയോ അവന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയോ അവന്റെ സന്താനങ്ങളുടെ പ്രാർത്ഥനയുടെയോ ഒക്കെ ഭാഗമായിട്ട് അല്ലാഹു തആല അവന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് അവന്റെ ഔദാര്യം മാത്രമാണ്. എന്നാൽ ഇത് ഔദാര്യമല്ല, ഇത് പിന്നെ എനിക്ക് കിട്ടേണ്ട അവകാശമായിരിക്കും. റബ്ബേ ഞാൻ ഇന്നലെ വരെ, റബ്ബേ ഞാൻ മിനിയാന്ന് വരെ, റബ്ബേ ഞാൻ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ എന്റെ നിലപാടുകൾ നന്നാക്കി തീർത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് അവിടെ നിന്ന് വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബേ എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. നീ സ്വീകരിക്കാമെന്നത് നീ ഏറ്റ വാഗ്ദാനമാണ്. ആ വാഗ്ദത്തം നീ എന്നോട് പൂർത്തീകരിക്കണേ എന്നെനിക്ക് ദുആ ചെയ്യാം. എന്നിട്ട് അല്ലാഹു തആല അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. അപ്പോ അല്ലാഹു തആല കൊടുത്തത് ഞാൻ ഓതി വെച്ച ആയത്തിലും ഇതേ ആശയം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. വഇദാ ജാഅകല്ലദീന യുഅ്മിനൂൻ, പ്രവാചകരെ വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ നിന്റെ അരികിൽ വന്നാൽ, വിശ്വാസികളായിക്കൊണ്ട്, ഔന്നത്യം വിശ്വാസത്തിനാണ് പ്രിയപ്പെട്ടവരെ, തറവാടിനല്ല, ഔന്നത്യ സ്ഥാനമാനങ്ങൾക്കല്ല. ഇസ്ലാമിൽ ഔന്നത്യം എന്ന് പറയുന്നത് അത് തീർച്ചയായും വിശ്വാസത്തിനാണ്. അതേ കുടിലിൽ നിന്ന് വിശ്വാസിയായിട്ട് കടന്നു വന്നാൽ അവൻ ഔന്നത്യമുള്ളവനാണ്. കൊട്ടാരത്തിൽ വിശ്വാസമില്ലാത്തവനാണെങ്കിൽ അവൻ അധമനാണ്. അവൻ ദീനിന്റെ വിഷയത്തിലും അല്ലാഹുവിന്റെ അരികിലും അവനൊരു സ്ഥാനവുമില്ല. മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നു, നമ്മൾ പറയുന്ന ഒരു ഔന്നത്യത്തിന്റെ അളവുകോലിലല്ല ഇസ്ലാം ഔന്നത്യത്തെ പഠിപ്പിക്കുന്നത്. അത് ഈമാനിന്റെ അളവുകോലിലാണ്. ആ ഈമാനിന്റെ അളവുകോലിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയണേ ബി ആയാത്തിന, നമ്മുടെ ആയത്ത് കേട്ടിട്ട്. അല്ലെ, എത്ര ആയത്തുകൾ ഞാൻ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് നമ്മൾ അവര് റിബയുമായി, പലിശയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കച്ചവടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ശമ്പളവും, അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ആയത്ത് കേട്ടിട്ട്, അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആയത്ത് കേട്ടിട്ട് വിശ്വസിച്ച് വിശ്വാസികളായി കൊണ്ട് താങ്കളുടെ അരികിൽ വന്ന ആളുകളെ ഫഖുൽ, അവരെ താങ്കൾ സ്വീകരിക്കേണ്ടത് സലാമുൻ അലൈക്കും, എല്ലാ ശാന്തിയും നിങ്ങൾക്കുണ്ടാകട്ടെ, എല്ലാ സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അവർ അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ആയത്തുകൾ കേട്ട് അതിൽ 100% ഒരു സംശയവുമില്ലാതെ, സംശയലേശമന്യേ അവർ ആ ആയത്തുകളിൽ വിശ്വസിച്ചവരായതുകൊണ്ട് അവരുടെ മേൽ കരുണ അല്ലാഹു തആലയുടെ ബാധ്യതയായി തീർന്നിരിക്കുന്നു. അവർ ഇന്നലകളിൽ വരെ ചെയ്ത എല്ലാ തെറ്റുകളും, എല്ലാ പാപങ്ങളും, എല്ലാ കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അല്ലാഹു തആല അവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അന്നഹു മൻ അമില മിൻകും സുഅൻ ബിജഹാല, അവിവേകം കാരണമായിക്കൊണ്ടോ അറിവില്ലായ്മ കാരണമായിക്കൊണ്ടോ അവർ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും, എല്ലാ തെറ്റുകൾക്കും, എല്ലാ കുറ്റങ്ങൾക്കും അല്ലാഹു തആല അവന്റെ കാരുണ്യം രേഖപ്പെടുത്തിയിട്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു. ഇനി അറിവില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ ആയത്ത് നമ്മൾ കേട്ടിട്ട്, നമ്മൾ പഠിച്ചിട്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ട്, അങ്ങനെയൊക്കെ മൗലവി പറഞ്ഞാലും ശരി, അങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞാലും ശരി, ഖത്തീബ് പറഞ്ഞാലും ശരി, നമുക്ക് ഇങ്ങനെ അല്ലാതെ പോകാൻ പറ്റൂല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ അന്യായമായ നിലയിൽ ഒരു കാശുണ്ടാക്കിയാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളെ വിട്ട് അകന്നു പോകും എന്ന് മാത്രമല്ല, അത് ജഹാലത്തിന്റെ സുആയി മാറൂല, അറിവില്ലാത്തതിന്റെ ഒരു തെറ്റായി മാറൂല, അന്യായമായ ഒരു തെറ്റായി മാറും, അക്രമപരമായ ഒരു തെറ്റായി മാറും. ആ അന്യായത്തിന്റെ തെറ്റാണെങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കും പ്രിയപ്പെട്ടവരെ പുറത്തു കിട്ടാൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ
നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മുടെ ധനമാർഗത്തിൽ അറിവില്ലാതെ നമുക്ക് എന്തെങ്കിലും വന്നു ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജഹാല, അവിവേകം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വന്നു ചേർത്തിട്ടുണ്ട്, നമ്മളത് പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് പറഞ്ഞ് അവന്റെ കാരുണ്യത്തിന് വേണ്ടി തേടുക. അള്ളാഹു തആല പറയുന്നു, സുമ്മ താബ മിൻ ബഅദിഹി. ആ അവിവേകം കൊണ്ട് അവർ ചെയ്തത്, പിന്നെ അവർക്കത് മനസ്സിലായി, ഞങ്ങളിത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇന്ന കച്ചവടം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇന്ന ഇടപാടുകൾ ചെയ്യാൻ പാടില്ല, അല്ലെ, ഊഹങ്ങള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ ആധുനികമായ സമൂഹം എന്ന് പറയുന്ന വർത്തമാനകാല യുവാക്കൾ പലയിടങ്ങളിലുമുണ്ട്. ഹലാലായതുമുണ്ട്, ഹറാമായതുമുണ്ട്. ഷെയർ മാർക്കറ്റുകൾ പോലെയുള്ള ബിസിനസ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയാൽ ഹലാലായതുമുണ്ട്, ഹറാമായതുമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, അതിനുശേഷം ആ അറിവുകേട് കൊണ്ട്, അവിവേകം കൊണ്ട് സമ്പാദിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ എത്രയും വേഗം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ, വഅസ്ലഹ, നിലപാടുകൾ നന്നാക്കി തീർക്കുകയും ചെയ്താൽ, ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണാവാരിധിയുമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഖുതുബ ഇങ്ങനെ പറയുന്നൊരു കാരണം, നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മളിലേക്ക് ഹറാമുകളാകുന്ന ഒരു സമ്പാദ്യം നമുക്കോ നമ്മുടെ സന്താന തലമുറകൾക്കോ നമ്മൾ തിന്നാൻ കൊടുക്കുന്നത്, നമ്മൾ സമ്പാദിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അടിസ്ഥാനപരമായിട്ട്. കൈമാറി ഭക്ഷിക്കുന്നിടത്ത് അങ്ങനെയുള്ള ഒരു ശരീരമായി നമ്മുടെ ശരീരം മാറുന്നിടത്ത് എപ്പോഴും നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه وسلم. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ അത് ശരിയാം വണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഈ കൺട്രോളാണ് പ്രിയപ്പെട്ടവരെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമായത്. ഭൗതികമായ ജീവിതത്തിന്റെ സമ്പാദ്യങ്ങളിൽ അവര് കാണിച്ച ചില മാതൃകകളുണ്ട്. ഇപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സംഭവം, ബനൂ ഇസ്രായേൽ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു കഥയാണ്. പക്ഷെ അത് ഉദ്ധരിക്കപ്പെടുന്നത് ഇമാം ബുഖാരിയിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് മറ്റൊരാൾക്ക് ഒരു അക്കാർ വിറ്റു. അക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി എന്ന് പറയാം, സ്ഥായിയായ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഭൂമി വിറ്റു. ആ വിറ്റ ആള് ആ ഭൂമിയിൽ തനിക്ക് വേണ്ട ചില കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഭരണി അദ്ദേഹത്തിന് കിട്ടി. കിളച്ചപ്പോൾ ഒരു ഭരണി കിട്ടി. ആ ഭരണി നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഉടൻ അദ്ദേഹം ആ ഭരണിയുമായിട്ട് ഭൂമിയുടെ ആദ്യത്തെ ഉടമസ്ഥന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഭൂമി വാങ്ങി എന്നത് ശരിയാണ്, പക്ഷെ ഇത് നിങ്ങൾക്ക് അവകാശമുണ്ടാവും. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭൂമി തന്നു, ഭൂമി തന്നപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, പിന്നെ ഞാൻ ഇതിനവകാശിയാകുന്ന വിഷയമില്ല, അത് നിങ്ങൾക്കുള്ളതാണ്. രണ്ടുപേരും തമ്മിൽ തർക്കം വന്നു. അവർ ഒരു പണ്ഡിതന്റെ അരികിൽ, ഒരു സാത്വികനായ ഒരു പണ്ഡിതന്റെ അരികിൽ ചെന്നു. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു വിധി പറയാൻ പറഞ്ഞു. രണ്ടുപേരും കൈപ്പറ്റുന്നില്ല. സാധനം എന്താണ്? ഒരു ഭരണി നിറയെ പൂർവികരായിട്ടുള്ള ആളുകൾ കുഴിച്ചിട്ട സ്വർണ്ണ നാണയങ്ങളാണ്. രണ്ടുപേരും കൈപ്പറ്റുന്നില്ല. അദ്ദേഹം അവസാനം ആ സാത്വികനായ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ടോ? ഒരാളോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. അവരനോട് ചോദിച്ചു, നിങ്ങൾക്ക് പെൺകുട്ടിയുണ്ടോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുമുണ്ട്. എന്നാൽ അവരെ തമ്മിൽ പരസ്പരം വിവാഹം കഴിപ്പിച്ചിട്ട് അവർക്കുള്ള വിവാഹ സമ്മാനമായി നിങ്ങളിത് കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പൊ ഹലാലായി കിട്ടി. ആർക്ക് കിട്ടി? സന്താനങ്ങൾക്ക് കിട്ടി. ഈ കഥ ഇമാം ബുഖാരിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ടൊന്നും അവിടെ പറയുന്നില്ല. മറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുൻകാലക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള സംഭവം പറയുന്നിടത്ത് ഈ കഥ അങ്ങോട്ട് ഉദ്ധരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
രണ്ടുപേരും ഐഹിക ജീവിതത്തിനോട് കാണിച്ച വിരക്തിയാണ് പ്രിയപ്പെട്ടവര്. അവർക്ക് രണ്ടുപേർക്കും ഹലാലായ നിലയിൽ ഒരാളത് ആരും അറിയാതെ വെട്ടിക്കൊണ്ട് പോയി വെച്ചെങ്കിൽ അയാൾക്ക് ഹറാമായി. മറ്റാള് ഏതായാലും എന്റെ പറമ്പിലുണ്ടായിരുന്നല്ലേ അതിങ്ങോട്ട് മേടിച്ചേക്ക് എന്ന് പറഞ്ഞാൽ കച്ചവട നിയമപ്രകാരം അയാൾക്കും ഹലാലല്ലാതെ. രണ്ടുപേർക്കും ഹലാലായ അവസ്ഥയിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെട്ടു എന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ടവർ അള്ളാഹുവിനെ സൂക്ഷിച്ചാലുള്ള ഗുണം. അള്ളാഹു തആല ഒരു മഖ്റജ് നമുക്ക് തുറന്നു തരും, നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും, നമ്മളെ കാര്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ ബർക്കത്തുകളും നൽകും. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവന്റെ ഫളിലാണ്, അവന്റെ ഔദാര്യ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്ന എല്ലാം. അതിൽ ഹറാമുകൾ വേണ്ടേ വേണ്ട എന്ന് തീരുമാനിച്ചാൽ എല്ലാം കൊണ്ടും അനുഗ്രഹമാകും. സന്താനങ്ങളോട് ആ വിഷയങ്ങളിലെല്ലാം വളരെ കാർക്കശ്യത്തോടു കൂടി നമ്മൾ ഉപദേശിക്കുന്നവരാവുക, എപ്പോഴും നമ്മൾ ഉണർത്തുന്നവരാവുക. ഇത് കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായതുകൊണ്ടാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഇസ്ലാം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വൃത്തികെട്ട മതമാണ് എന്ന് പറയേണ്ടി വരുന്ന വിധത്തിലുള്ള ആർഭാടങ്ങളിലേക്കും അത് ആഭാസങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും എല്ലാത്തിലേക്കും നമ്മൾ പോകുന്നത്. ഈ ഹലാലല്ലാത്ത സമ്പാദ്യങ്ങൾ നമ്മൾ സമ്പാദിച്ചു കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ബഹുഭൂരിപക്ഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം. സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ നമുക്ക് സമ്പാദിച്ചതിൽ എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം അവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് കൂടുതൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവരാകാൻ, കൂടുതൽ സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് മനസ്സൊരുക്കി തരുമാറാകട്ടെ. അങ്ങനെയാണ് തെറ്റുകളെ അള്ളാഹു തആല മായ്ച്ചു കളയുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ആ നന്മകളിലൂടെ നമ്മുടെ കഴിഞ്ഞ കാലത്ത് തിന്മകൾ മായ്ച്ചു തരണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സന്താന തലമുറകൾ വളരെ സൂക്ഷ്മതയുള്ളവരും വളരെ തഖ്വാബോധമുള്ളവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെടുന്നവരുമായി നിലകൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള സന്താന തലമുറകളുടെ പ്രാർത്ഥനകൾ നമുക്ക് വലിയൊരു ആശ്വാസമായും സമാധാനമായും അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله. عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.